ഇവിടെ ഞാൻ കുറച്ച് ഡാറ്റ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്പേഴ്സാണ്. ഈ ഒരു നമ്പർ നമുക്ക് നോക്കാം. 1526647 ഒരു 7 ഡിജിറ്റ് ഉള്ള നമ്പറാണ്. ഈ ഒരു 7 ഡിജിറ്റ് നമ്പറിന് മുമ്പ് ഈ 1ന് മുമ്പ് എനിക്കൊരു 0 ഇവിടെ ആഡ് ചെയ്ത് കിട്ടും. ഓക്കെ, ഈ 15ന് മുമ്പായിട്ട് 0 ഇവിടെ ആഡ് ആയി വരുന്നു. അങ്ങനെ എല്ലാ ഡാറ്റയിലോട്ടും ആ 0 ഇവിടെ ആഡ് ആയി വരുന്നു. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ഈ ജസ്റ്റ് ഈ ഡാറ്റ ഫുൾ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് Ctrl+Shift പേജ് ഡൗൺ ആരോയും കൂടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡൗൺ ആരോ. ഓക്കെ, ഇനി ഈ ഹോം ടാബിൽ നമ്പർ ഗ്രൂപ്പ് ഉണ്ട്. ഈ നമ്പർ ഗ്രൂപ്പിന്റെ ഇവിടെ ഒരു ആരോ ഉണ്ട്. ഈ ഒരു ആരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഫോർമാറ്റ് സെൽസ് എന്നൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഏറ്റവും എൻഡിലായിട്ട് താഴെയായിട്ട് കസ്റ്റം ഉണ്ട്. ആ കസ്റ്റത്തെ വന്ന് ഇവിടെ ജനറൽ ആണ് സെലക്ട് ആയി നിൽക്കുന്നത്. ആ ജനറൽ ഒന്ന് മാച്ച് കളയുക. ജസ്റ്റ് ഇനി നമുക്ക് 0 ഇടാം. ഇവിടെ 7 ഡിജിറ്റ് ഉണ്ട്. സോ നമ്മൾ 7 ഡിജിറ്റ് ഇവിടെ ആഡ് ചെയ്യാണ്. 4 5 6 7 ഡിജിറ്റ്. അതായത് ആദ്യത്തെ 0 1 ആയിട്ട് കൗണ്ട് ചെയ്യുക, രണ്ടാമത് 5 2 6 6 4 7 എന്ന് കൗണ്ട് ചെയ്തു. ഇനി ഞാനൊരു 0 കൂടി ഇടുകയാണ്. ആ 0 ഈ 1ന് മുമ്പായിട്ട് ആഡായി വന്നിട്ടുണ്ട്. ഓക്കെ കൊടുക്കുകയാണ്. ഈ ഒരു 1ന് മുമ്പ് 0 ആഡായി വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കേസിൽ ഫസ്റ്റ് ഡിജിറ്റ് 0 ആയി വന്നിട്ടുണ്ട്. ഇനി ഇൻ കേസ് എനിക്ക് ആ 0 അല്ല, ആ 0ക്ക് സ്ഥാനത്ത് അല്ലെങ്കിൽ ആ 0ക്ക് മുമ്പിൽ ഞാനൊരു ഡിജിറ്റ് 2 എനിക്ക് ആഡ് ചെയ്യണം. 2 എന്നുള്ള ഡിജിറ്റ് ആ 0ക്ക് മുമ്പിലും കൂടെ വരണം. അതിനുവേണ്ടി ഈ ലാസ്റ്റിൽ നമ്മൾ ഒരു 2 ആഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഏതാണോ നമുക്കത് വരേണ്ടത് ആ ഒരു ഡിജിറ്റ് ആയിരിക്കണം നമ്മൾ ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 2 കൊടുക്കുകയാണ്. നോക്കുക, ആ 0ക്ക് മുമ്പ് 2 വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണ്. 2 0 ഡിജിറ്റ് ആഡ് ചെയ്യുന്നത്. 2 എന്നുള്ള ഒരു ഡിജിറ്റ് ഫസ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ ഒരു നമ്പറിങ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന കേസ്, ഈ ഒരു ഡേറ്റയിൽ 7 ഡിജിറ്റ് നമ്പറുണ്ട്. 1526647 എന്നാണ്. എല്ലാത്തിൻ്റെയും തുടക്കം 1ലാണ്. എനിക്ക് 1 ഒഴിച്ച് ബാക്കിയുള്ള ഡേറ്റ എനിക്ക് സ്പ്ലിറ്റ് ചെയ്തു, അല്ലെങ്കിൽ പോട്ടെ ആദ്യത്തെ 2 ഡിജിറ്റ് ഒഴിച്ച് ബാക്കിയുള്ള 5 ഡിജിറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. 15 മാറിപ്പോട്ടെ. 26647 എല്ലാ ഡേറ്റയുടെയും അവസാനത്തെ ഈ റൈറ്റ് എൻഡ് തൊട്ടുള്ള 5 ഡിജിറ്റ് എനിക്ക് പിന്നെ ഓരോന്നും എഴുതിയെടുക്കാൻ പറ്റത്തില്ല, ധാരാളം ഡേറ്റകളുണ്ട്. എന്ന് നമുക്ക് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഫുള്ള് സെലക്ട് ചെയ്യുക. ഈ ഒരു ഡാറ്റ ടാബിൽ വരിക. ഡാറ്റ ടാബിൽ ടെക്സ്റ്റ് കോളം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡിലിമിനേറ്റഡ് ഉണ്ട്, ഫിക്സഡ് വിഡ്ത്ത് ഉണ്ട്. ഡിലിമിനേറ്റഡ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതായിരിക്കാം. ഈ ഫിക്സഡ് വിഡ്ത്ത് നമുക്ക് നോക്കാം. ഡിലിമിനേറ്റഡിന്റെ ഒരു ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിലായിട്ട് നമുക്ക് കാണാൻ ഈ ഫിക്സഡ് വിഡ്ത്ത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഫിക്സഡ് വിഡ്ത്ത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ കാര്യം നമുക്ക് ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ബ്രേക്ക് ലൈനിന്റെ കേസാണ് എല്ലാത്തിനും പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ലൈൻ ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. എനിക്കിവിടെ ആദ്യത്തെ 2 ഡിജിറ്റ് മാറിയിട്ട് അവസാനത്തെ 5 ഡിജിറ്റുകളാണ് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത്. അതിന് വേണ്ടി നമുക്കിവിടെ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യാം. ബ്രേക്ക് അപ്ലൈ ചെയ്യാണ് ജസ്റ്റ് ഒന്നും കേസില്ല, വേറൊരു കേസില്ല. നമ്മൾ മൗസിന്റെ കേഴ്സർ കൊണ്ടുവന്നിട്ട് ഈ 1നും 5നും കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുക്കുക. ജസ്റ്റ് ഒരു ക്ലിക്ക്, ഇതേ ഒരു ആരോ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ആരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ്. ഇവിടെ ഒരു സെപ്പറേഷൻ വന്നെന്നാണ് കാണിക്കുന്നത്, ആ ആരോ കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് അടിക്കുക. നമുക്കൊരു പ്രിവ്യൂ വന്നിട്ടുണ്ട്. 1 5 കൂടെ ഒരു സെപ്പറേഷൻ വന്നു, ബാക്കിയുള്ള ഡേറ്റ അപ്പുറത്തോട്ട് വന്നു. ഓക്കെ കൊടുക്കുകയാണ്. നോക്കുക, 1 5 ഇപ്പുറത്ത് വന്നു, ബാക്കിയുള്ള 5 ഡിജിറ്റ് ഇപ്പുറത്തോട്ട് മാറി വന്നിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, ഇനി നമ്മളിവിടെ വന്നിട്ട് ആ ഡേറ്റ ടാബിൽ വന്നിട്ട് ടെക്സ്റ്റ് കോളം കൊടുത്തു. ഇൻ കേസ് നമ്മൾ ഫിക്സഡ് വിഡ്ത്ത് 2 ലൈൻ സെപ്പറേഷൻ കൊടുക്കാൻ നോക്കുക. 1 5ന്റെ ഇവിടെ കൊടുത്തു. ഇനി ഇവിടെ ഏറ്റവും അവസാനം 7ന് മുമ്പായിട്ട് ഒരു സെപ്പറേഷൻ കൂടെ കൊടുത്തു, ഒരു ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് അടിച്ച് എന്ത് സംഭവിക്കും നോക്കാം. നോക്കുക, ആദ്യത്തെ 2 ഡിജിറ്റ് ഒരു കോളത്തിലും അത് കഴിഞ്ഞിട്ടുള്ള 4 ഡിജിറ്റ് വേറൊരു കോളത്തിലും നെക്സ്റ്റ് ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് വേറൊരു കോളത്തിലായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വന്നു. ഓക്കെ, അപ്പോൾ ഈ ഫിക്സഡ് വിത്ത് ഓപ്ഷൻ ടെക്സ്റ്റ് കോളത്തിലെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ലൈഫ് ടൈം ആക്സസോട് കൂടിയ എക്സൽ ബേസിക് ടു അഡ്വാൻസ്ഡ് കോഴ്സിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.